അതിൽ ഒരേ സമയം നമുക്ക് സന്തോഷമുണ്ട്, അതേസമയം നമുക്ക് സങ്കടമുണ്ട്. ഏബലിന്റെ രക്ഷിതാക്കളെ, അച്ഛനെയും അമ്മയും കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ആദ്യം സന്തോഷമുള്ള കാര്യം പറയാം അല്ലെ. സന്തോഷമുള്ള കാര്യം, ഈ വർഷത്തെ നവോദയ പ്രവേശന പരീക്ഷയില് കണ്ണൂർ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ ആളാണ് ഏബൽ ബിജോയ്. അതാണ് സന്തോഷമുള്ള കാര്യം. പിന്നെ എന്താ സങ്കടമുള്ള കാര്യം, ഈ 1ാം സ്ഥാനം നേടിയ ആൾ എന്ത് ചെയ്യും? ചാവശ്ശേരി സ്കൂളിൽ നിന്ന് പോകും, നവോദയ സ്കൂളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടമുള്ള കാര്യം. എന്തായാലും ഇത് ഒരു ചെറിയ കാര്യമല്ല. നമ്മളെ പോലത്തെ ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ എഴുതുന്ന നവോദയ പരീക്ഷയിൽ ജില്ലയിൽ 1ാം റാങ്ക് നേടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നല്ലൊരു കൈയ്യടി നമ്മള് ഏബൽ അതിനു വേണ്ടി കൊടുക്കണം. ഇനി ഏബലിന് മുന്നേ അറിയുന്നവർക്ക് ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ഏബല് LKG മുതൽ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് പഠിച്ച ഒരു കുട്ടിയാണ്. LKG മുതൽ ഇവൻ വേറെ ഒരു സ്കൂളിലും പോയിട്ടില്ല. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതാണ്. 4ാം ക്ലാസ്സിൽ ഏറ്റവും അധികം നമ്മള് പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന ഒരു മത്സര പരീക്ഷ ഉണ്ട്, പൊതുപരീക്ഷ. ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്? LSS പരീക്ഷയാണ്. LSS പരീക്ഷയിൽ എത്ര ശതമാനം മാർക്കാണ് LSS വാങ്ങാൻ വേണ്ടതെന്ന് അറിയില്ലേ? കുറെ ആൾക്കാർക്ക് അറിയാം അല്ലെ? എത്ര ശതമാനം വേണം? ആകെയുള്ള 80 മാർക്കില് 60% മാർക്കാണ് LSS നേടാൻ വേണ്ടത്. ഏബലിന് കിട്ടിയ മാർക്ക് എത്ര നിങ്ങൾക്ക് അറിയോ? അത് ഗസ് ചെയ്യാൻ പറ്റും. എന്റെ പറച്ചിൽ കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എത്ര ഉണ്ടാവും? 48, 58, 68. അതൊന്നല്ല, 73 മാർക്കാണ് ഏബൽ ബിജോയ്. 60% പകരം 91% മാർക്കോട് കൂടിയാണ് ഏബൽ LSS നേടി ചാവശ്ശേരിയുടെയും ഇരിട്ടി സബ് ജില്ലയുടെയും അഭിമാനമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇരിട്ടി സബ് ജില്ലയില് LSS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ലിറ്റിൽ മാസ്റ്റർ എന്ന അവാർഡും കഴിഞ്ഞ വർഷം ഏബൽ ബിജോയ്ക്ക് വാങ്ങി. നമ്മളിതെല്ലാം ചാവശ്ശേരിയുടെ വലിയ അഭിമാനമായി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതോടുകൂടി എന്താണ്, നവോദയയുടെ അഭിമാനമായി ഇതെല്ലാം മാറുകയാണ്. എന്നാൽ നമുക്ക് പറയാൻ പറ്റും, 5ാം ക്ലാസ് വരെ, LKG 5ാം ക്ലാസ് വരെ ഏബൽ ബിജോയ് പഠിച്ചത് ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശരിയല്ലേ? സന്തോഷമാണ്, സങ്കടമാണ്. എന്തായാലും ഈ ഒരു വേളയിൽ ഞാൻ നമ്മുടെ പ്രിയങ്കരനായ ഹെഡ്മാസ്റ്ററെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സന്തോഷവും സങ്കടവും ഇഴചേർന്നു പോകുന്ന ഈ വേദിയിൽ ഏബൽ എന്ന ഞങ്ങളുടെ കൊച്ചുമിടുക്കനെ ചെണ്ടയാട് നവോദയയുടെ അഭിമാനമായി പറഞ്ഞേക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും ഇത് മികവിന്റെ അടയാളമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവരുടെയും പഠനമുഖങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ നാടിന്റെ പ്രിയ വിദ്യാലയത്തിലെ ഇത്തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ അധ്യാപകരാണ് ഞങ്ങൾ എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ആ സന്തോഷവും അഭിമാനവും, ഈ നാടിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലും ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. ഒരുപക്ഷെ ഈ നാട് ഇന്ന് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണ് ഇത് എന്ന അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏബൽ ബിജോയ്ക്കും ഈ വിജയത്തിന് കൂട്ടുനിന്ന ഏബൽ ബിജോയിയുടെ കുടുംബത്തിനും ഏബൽ ബിജോയിയെ അതിന് പ്രാപ്തരാക്കിയ LKG മുതൽ 7ാം ക്ലാസ് വരെ അവനെ പഠിപ്പിച്ച ഈ എന്റെ സഹപ്രവർത്തകർക്കുള്ള എല്ലാവർക്കുമുള്ള അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഏബൽ ബിജോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീമതി സോയ അവர்களോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ SMC ചെയർമാനും കൗൺസിലറുമായിട്ടുള്ള ശ്രീ രാജീവൻ അവர்களെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.